ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ബീഫ് അച്ചാർ ഇടുന്നുണ്ട്. അപ്പോൾ ആ അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാ രാവിലെ കിച്ചണിൽ വന്ന് ഇനിയിപ്പോൾ നമുക്ക് ചോറൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം ആദ്യം അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അടുപ്പിലൊക്കെ ആണെങ്കിലോ നിറയെ വെണ്ണീറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ന്യൂട്രലോടൊക്കെ ഉണ്ടാക്കണതുകൊണ്ടേ ഈ രണ്ടടുപ്പും അതും കത്തും. അതേപോലെ താഴെ ഈ കല്ലിൻ്റെ അടുപ്പുണ്ടല്ലോ, ആ അടുപ്പും കത്തിക്കും. ഞാൻ പറയലുണ്ടല്ലോ നാത്തൂനും അനിയത്തിയൊക്കെ ഹെൽപ്പിന് വരാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞങ്ങളിതൊക്കെ വറുക്കാൻ വേണ്ടിയിട്ടേ എല്ലാ അടുപ്പും യൂസ് ചെയ്യും. അപ്പോൾ അടുപ്പൊക്കെ നിറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെണ്ണീറൊക്കെ കോരി അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. ചില ദിവസം ഇങ്ങനെയാണ് അടുപ്പിന് കത്താനൊരു മടിയാണ്. പ്രത്യേകിച്ച് വിറക് ഇങ്ങനെ തണുത്ത ഇതാവുമ്പോഴാണ് കത്താൻ പ്രയാസം. ഇപ്പോൾ പ്രാവശ്യം നമ്മൾ കുറച്ച് വിറക് വാങ്ങിയിട്ടുണ്ട്. അതാണെങ്കിൽ നല്ലോണം ഇങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ. മില്ലിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ വിറക് അത്യാവശ്യം വേണം. ഇപ്പോൾ നമ്മളിതൊക്കെ വറുത്ത് പൊടിച്ചിട്ടല്ലേ നമ്മൾ ന്യൂട്രലോടൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഒന്നരാടട്ടാണ് നമ്മൾ ഉണ്ടാക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിറകൊക്കെ അത്യാവശ്യം വേണേനു കേട്ടോ. അപ്പം അടുപ്പൊക്കെ അങ്ങനെ പുകയുന്നുണ്ട്, അങ്ങനെ കത്തിക്കോളൂ ഇനി. അപ്പം ഞാൻ എള്ള് കഴുകണം. അപ്പം എള്ളൊക്കെ കഴുകിയിട്ട് വെള്ളമൊക്കെ ചോരാൻ വെച്ചിട്ട് അപ്പോൾ ഞാനേ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതാണ്. എന്നാലും ചില ആൾക്കാർക്ക് സംശയമാണ്, നിങ്ങളിതൊക്കെ കഴുകിയിട്ട് ഈ മഴക്കാലത്ത് എങ്ങനെ ഉണക്കുക എന്ന് ചോദിക്കും. അപ്പോൾ എല്ലാ വീഡിയോസൊന്നും ചിലപ്പം എല്ലാവരും കണ്ടോളണമെന്നില്ല. അപ്പോൾ ഞാനിത് മില്ലിൽ കൊണ്ടുപോയിട്ട് ചൂടാക്കി കൊണ്ടുവരുന്നതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. എന്നിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ വീണ്ടും ഇത് വറുത്തെടുക്കും. എന്നിട്ടാണ് ഇത് പൊടിക്കണതും ന്യൂട്രലോടും ആക്കണതും ഒക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഒക്കെ ഒരേപോലെയുള്ള വീഡിയോസിലെല്ലാം ഇങ്ങനെ കാണിക്കുമ്പം സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അതൊരു വെറുപ്പല്ലേക്കാരോ. അപ്പോൾ ഞാനങ്ങനെ ഒക്കെ കൂടെ അങ്ങോട്ട് ഇൻക്ലൂഡ് ആക്കലില്ല എല്ലാ വീഡിയോയിലും. പിന്നെ അറിയാലോ, പിന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് വയ്ക്കാനും പിന്നെ അതന്നെ കാണിക്കാൻ നിൽക്കേണ്ടി വരും. അപ്പം എല്ലാവർക്കും മടുപ്പാവും. എന്നാൽ തന്നെ ചില കൂട്ടുകാരൊക്കെ കമൻറ്റ് ബോക്സിൽ പറയലുണ്ട്, നിങ്ങളിത് മാത്രം ആക്കല്ലേ, ഞങ്ങൾ ഡെയിലി വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കി വെറും തന്നെ കാണിക്കല്ലേ അങ്ങനെയും പറയലുണ്ട്. അപ്പോൾ ഞാൻ എള്ളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. 2-3 പ്രാവശ്യം നല്ലോണം കഴുകിയെടുക്കും. ഇപ്പം നമ്മൾ വാങ്ങിക്കണ എള്ളിലൊന്നും അങ്ങനെ, പണ്ടൊക്കെ എള്ളിലൊക്കെ നല്ലോണം കല്ലും മണ്ണൊക്കെ ഉണ്ടായിന്. ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിലെ എള്ള് തന്നെയാണ് വാങ്ങിക്കൽ. അപ്പോൾ എള്ളൊക്കെ ഞാൻ കഴുകിയിട്ട് ഓട്ടപാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ വെള്ളമൊക്കെ നല്ലോണം എളുപ്പം വെള്ളം ചോരും. വെള്ളം ചോർന്ന് ഇങ്ങനെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചാക്കിലാക്കിയിട്ട് ബാബുവിൻ്റെ കയ്യിൽ കൊടുത്തയക്കും മില്ലിൽ കേട്ടോ. അപ്പോൾ അവരവിടുന്ന് ചൂടാക്കി തരും. അപ്പോൾ അത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രോസ് സ്റ്റോറിന്ന് ചെറിയൊരു ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യമുള്ള സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. ഇതും നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയാം. നമ്മളെ കയ്യിൽ ഇതേപോലെയുള്ള ചപ്പാത്തി മാറ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3-3.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ അത് കേടായിട്ടുണ്ടെന്നാൽ ഞാൻ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അയലുമ്മൽ നമ്മൾ കഴുകിയിട്ട് ഇങ്ങനെ തൂക്കിയിടൂലേ, അങ്ങനെ തൂക്കിയിട്ടതാണ്. അത് ആരോ പോയാണ്ട് വലിച്ചിക്കണ്. എന്തെങ്കിലും കേടെന്നാൽ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്ക്രാച്ച് വന്നീനി. പിന്നെ അവിടുന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടൽ വന്ന് ഇപ്പോൾ വല്ലാതെ അങ്ങോട്ട് അതിൽ ചപ്പാത്തി പരത്താൻ കഴിയൂല. അപ്പോൾ ഞാനിതാ വേറെ പുതിയതൊന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇതെനിക്ക് കിച്ചണിക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല എല്ലാ വീട്ടമ്മമാർക്കും പറ്റും. നമുക്ക് ചപ്പാത്തിക്ക് പൊടി കുഴക്കാനും അതേപോലെ തന്നെ പത്തിരിക്ക് പൊടി കുഴക്കാനും ഒക്കെ പറ്റും കേട്ടോ. അതിങ്ങനെ ഒട്ടി നിൽക്കും കൗണ്ടർ ടോപ്പുമ്മൽ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കൗണ്ടർ ടോപ്പും ഇട്ടുകൊണ്ട് തന്നെയാണ് പരത്തിയെടുത്തിരുന്നത് ചപ്പാത്തിയും പത്തിരിയൊക്കെ കേട്ടോ. ഇപ്പോൾ ഈ ഒരു മാറ്റ് കിട്ടിയപ്പോൾ പിന്നെ ആ മാറ്റുമ്പോൾ തന്നെയാണ് നമ്മൾ പരത്തൽ. ഇപ്പോൾ അത് കേടായപ്പോൾ നമ്മൾ പുതിയതൊന്ന് ഓർഡർ ചെയ്തതാട്ടോ. അപ്പോൾ അതേ ആ കളർ തന്നെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കട്ടിംഗ് ബോർഡ് ഞാനിപ്പം നേരെ ഓർഡർ ചെയ്തത്. അത് മീഷോന്നോ അങ്ങനെ എങ്ങാണ്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് വുഡിൻ്റെതാണ്. പക്ഷെ അത് വെള്ളം ഇങ്ങനെ തട്ടിയിട്ടേ വെള്ളം ഇതായിട്ട് ഇങ്ങനെ പൊതിർന്നിട്ട് അത് പെട്ടെന്ന് ചീത്തയായി. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് ആട്ടോ. എൻ്റെ വീട്ടിലും ഉണ്ട് ഇതേപോലെ ഉള്ളത്. അപ്പോൾ കുറച്ച് ഈട് നിൽക്കുന്ന സൈസാണ്. അപ്പോൾ റേറ്റും തന്നെ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവരെ ഗ്രോസ് സ്റ്റോത്ത് നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കട്ടോ. കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. അതേപോലെ തന്നെ എനിക്ക് കിച്ചണിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ചോപ്പറും അതേപോലെ എൻ്റെ കയ്യിലുണ്ടേനും. നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്കറിയാം. ചോപ്പറും തന്നെ ഒരുപാട് കാലമായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് അത് എടുക്കാതെ ആയപ്പോൾ ഇങ്ങനെ തുരുമ്പിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിന്.
അങ്ങനെ അതിൻ്റെ ഇടയിലേ ചോറൊക്കെ വെന്തിട്ടുണ്ടായിന് കേട്ടോ. ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തിന്. റേഷൻ കടയിൽ അരി ആയതുകൊണ്ട് ചോറൊക്കെ വെന്തിട്ടുണ്ടായിന്. അപ്പോൾ ചോറൊക്കെ ഊറ്റി വെച്ച് പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ ഉണ്ടായിന് ഫ്രിഡ്ജിൽ ഉപ്പ് മുളകൊക്കെ തേച്ച് വെച്ചത്. അപ്പോൾ ഇനി ആ അടുപ്പത്ത് തന്നെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ ഞാൻ ഇവിടെ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിച്ചിട്ട് നമ്മൾ സാധാ ചിക്കൻ കറി ഉണ്ടാക്കൂലേ അതേപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി അല്ല ബീഫ് അച്ചാർ ഉണ്ടാക്കുന്നത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എന്താ നമ്മൾ ഉണ്ടാക്കിയ അച്ചാറൊക്കെ സെയിലായിട്ടൊന്ന്. അത് ഇന്നലെ എനിക്ക് ഓർഡർ ഉണ്ടായിന് കേട്ടോ. 1 കിലോ ബീഫ് അച്ചാറിനുള്ള ഓർഡർ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അതങ്ങനെ റീൽസ് ആയിട്ട് ഇട്ടപ്പം കുറേ കൂട്ടുകാർ ഓർഡർ ചെയ്തിട്ടോ. ഇനിയും നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. പിന്നെ ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ളവരൊക്കെ നമുക്ക് ഓർഡർ തന്നിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഉള്ളതിന് ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ ഉണ്ടാക്കും. പിന്നെ ഞാനുണ്ടല്ലോ ഇന്ന് എനിക്ക് വയ്യ കേട്ടോ, സുഖമല്ല. പിന്നെ മനസ്സിക്കും തന്നെ എന്തെങ്കിലും എനിക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. നമുക്കങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഒന്നും വരാറില്ല വല്ലാതെ. എന്നാലും ചില കമൻ്റൊക്കെ എനിക്കണ്ട് മനസ്സിക്ക് കൊള്ളൂ കേട്ടോ. ഇന്നലത്തെ റീൽസ് വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിന്. പിന്നെ ഞാൻ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാണിക്കും, റെസിപ്പിയൊക്കെ കാണിക്കും, സീക്രട്ട് പറയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനെല്ലാം നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഒരു ഫിഷ് അച്ചാർ ഇട്ടപ്പോൾ അതിലെന്തോ ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്, സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അത് ഞാൻ പറയണില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ നിൽക്കുകയാണ്. അങ്ങനത്തെ വേറെ ആരുമില്ല കേട്ടോ, ഒരാൾ മാത്രം ഭയങ്കര എന്താ പറയുക ഒരു കളിയാക്കുന്ന രീതിയിലുള്ള കമൻസ് എനിക്കത് ഭയങ്കര മനസ്സിലേക്ക് കൊണ്ടുപോയി. കാരണം ഞാനങ്ങനെ ആർക്കും ഒന്നും പറഞ്ഞു തരാതെ നിൽക്കുന്ന ഒരാളൊന്നും അല്ല. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ ചെയ്യുന്നത് കണ്ട് കാറ്ററിംഗ് ഒക്കെ തുടങ്ങി എത്ര കൂട്ടുകാരുണ്ട് ഇപ്പോഴും എന്നോട് മെസ്സേജ് അയച്ചിട്ട് പറയലുണ്ട്, ഒരു ധൈര്യം കിട്ടിയത് കാറ്ററിംഗ് ഒക്കെ ചെയ്യാനൊരു ധൈര്യം കിട്ടിയത് നിങ്ങളെ വീഡിയോ കണ്ടിട്ടാണ്. ഇന്നലെയും കൂടി കണ്ണൂരിൽ നിന്ന് ഒരു ഇത്ത വിളിച്ചിട്ടുണ്ടായിന്. പിന്നെ നിങ്ങളെ വീഡിയോ കണ്ടുകൊണ്ടാണ് ഞാൻ കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയത്. ബിരിയാണി മന്തിയും ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചതും റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണത് കേട്ടിട്ടാണ് ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ പറയാൻ നിങ്ങളെ വീഡിയോയിൽ ഓരോന്ന് ഞങ്ങളോട് ചോദിച്ചിട്ട് അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഓർക്കൊക്കെ ഒരു വരുമാനം കിട്ടുമ്പോൾ നമുക്കും തന്നെ ഒരു സന്തോഷമല്ലേ. അതേപോലെ തന്നെ അച്ചാർ ഇടാൻ പേടിയാണ്. അപ്പോൾ നിങ്ങൾ അച്ചാർ ഇട്ടുകൊണ്ട് തരുമോ എനിക്ക് ഒരുപാട് ഓർഡർ കിട്ടലുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് അച്ചാർ ഇടാനൊരു പേടിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓർഡർ തരണ്ടേ, അപ്പോൾ നിങ്ങൾ അച്ചാറിട്ട് തന്നാൽ മതി, വില കുറച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിന്. അപ്പോൾ ഞാൻ എല്ലാത്തിനും എനിക്ക് അറിയണ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരലുണ്ട്. പിന്നെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ വായിന്ന് അങ്ങോട്ട് കേട്ടപ്പോൾ തുടങ്ങിയതാണ് ആൾക്കുള്ള ചൊറിച്ചിൽ കേട്ടോ. ഞാനത് ആ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ആക്കി. ഞങ്ങൾ രണ്ടാളും കുറേ തൊള്ളത്തല്ലുണ്ടായിനി. പിന്നെ കളിയാക്കിയാണ്ട് ഇങ്ങനെ ചിരിക്കണ ഇമോജി ഇട്ടാണ്ട് പിന്നെ ആർക്കാ നിങ്ങൾ റെസിപ്പി വേണ്ടത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടോ. എനിക്ക് വല്ലാതെ മനസ്സിൽ ഒന്നാമത് എനിക്ക് വയ്യ. ഞാൻ ഇപ്പോൾ രാവിലെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതാണ്. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഇപ്പം കുറച്ച് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അച്ചാറാണെങ്കിലും ന്യൂട്രലോഡും ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നമുക്ക് ഓർഡറും കാര്യങ്ങളും കിട്ടണമുണ്ട്. ഞാനത് ഉണ്ടാക്കി കൊടുക്കണമുണ്ട്. പക്ഷേ അതിൻ്റെ അടിയിലുള്ള കഷ്ടപ്പാടൊന്നും ആർക്കും അറിയില്ല, ഇങ്ങനെയുള്ള ആളുകൾക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ബിസിനസ് ചെയ്തോട്ടെ. ഞാൻ ആരും ബിസിനസ് ചെയ്യണേന് നിങ്ങൾ എൻ്റെത് കണ്ട് ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയണില്ല. കമൻറ്റ് ഇനിയിപ്പോൾ നിങ്ങൾ പോയി നോക്കിയാൽ കാണൂല കേട്ടോ. എനിക്ക് അങ്ങനത്തെ കമൻറ്റൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ കുറേ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു, പക്ഷേ നിൽക്കണില്ല. പിന്നെ വീണ്ടും അതേപോലെ കളിയാക്കിയ രീതിയിലുള്ള കമൻസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിക്ക് ഒരു ഇടങ്ങേറായി. അപ്പോൾ ഞാനത് ഡിലീറ്റ് ആക്കിട്ടോ. നിങ്ങളത് പോയി നോക്കിയിട്ട് കാര്യമല്ല, കാണൂല. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴേ കുറച്ചൊന്നും ഇങ്ങനെ പച്ച പിടിച്ച് വരുന്നുണ്ടെന്ന് കാണുമ്പോൾ അതിനുള്ള കണ്ണുകടിയാണ്. അത് എനിക്ക് അറിയായിട്ടൊന്നുമല്ല. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ചു ഞാനും. പിന്നെ കമൻറ്റ് ഡിലീറ്റ് ആക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്കത് ഞാൻ പറഞ്ഞല്ലോ മനസ്സിക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി. അപ്പോൾ നമ്മളത് അറിയാതെ അങ്ങനെ പിന്നെ അതിൽ കാണുമ്പോൾ അങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മളറിയാതെ നമ്മളെ മനസ്സിൽ വിഷമം കാര്യങ്ങളും വരുമ്പോഴേ നമ്മൾ പ്രാഗാന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ അതറിയാതെ അങ്ങനെ കൊണ്ടുപോകും ചിലപ്പോൾ. അപ്പോൾ എനിക്കതൊരു ഇതായിട്ട് തോന്നി. അപ്പോൾ ഞാനത് ഡിലീറ്റ് ആക്കി. ഞാൻ ആരെയും പ്രാകാനും അതേപോലെ ആർക്കും ഒന്നും ഉണ്ടാവരുതെന്നൊന്നും ഞാൻ വിചാരിക്കണ ആളല്ല. എല്ലാവർക്കും എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം എന്ന് വിചാരിക്കണ ഒരാളാണ്. പിന്നെ ഇത് സോഷ്യൽ മീഡിയ ആണ്, പലജാതി കമൻറ്റും കാര്യങ്ങളൊക്കെ വരും, അതൊക്കെ എനിക്കറിയാം. പക്ഷേ മനസ്സ് കൊള്ളണതൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു വിഷമം തന്നെയാണ്, മനസ്സിൽ നിന്ന് പോവില്ല. അപ്പോൾ എനിക്കത് എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കിയതാട്ടോ. നിങ്ങളത് നോക്കിയാൽ ചിലപ്പോൾ കണ്ടോളണമെന്നില്ല. ഇനി വന്നുകൊണ്ട് ചിലപ്പോൾ കമൻറ്റ് ഇടേക്കാരം, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. അപ്പോൾ എന്തായാലും നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിട്ടോ. പിന്നെ അടുപ്പൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക്
ഞാൻ പറഞ്ഞല്ലോ ബീഫ് അച്ചാറിന് ഓർഡർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അച്ചാർ ഇടണം. അച്ചാറിനുള്ള ബീഫ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അച്ചാറിന് നമ്മൾ പിന്നെ ബീഫ് വാങ്ങിക്കുമ്പോഴേ പറഞ്ഞ് വാങ്ങിക്കണം കേട്ടോ. ബീഫ് കടയിൽ ഓരോട് പറഞ്ഞാൽ മതി നമുക്ക് അച്ചാർ ഇടാനാണെന്നുള്ളത്. അപ്പോൾ കുറച്ച് നെയ്യൊക്കെ ഒഴിവാക്കിയാണ്ട് നല്ല ബീഫ് തന്നെ ഒരു തരും. അപ്പോൾ പ്രത്യേകിച്ച് പറയണം കേട്ടോ അച്ചാറിനാണെന്നുള്ളത്. പിന്നെ ഒരെന്നെ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തും തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും വലിയ പീസൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് കട്ട് ചെയ്യും വേണം, ഒന്നും ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് പിച്ചെടുക്കും വേണം കേട്ടോ. അപ്പോൾ ആ ബീഫ് ഞാൻ പിന്നെ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കർക്ക് ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ, വെറുതെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്താൽ മതി, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ അതിൽ തന്നെ വെള്ളം പൊടിഞ്ഞ് വരും. അപ്പോൾ അത് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ വേവിക്കാൻ. ഒരു 4 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. പിന്നെ ചിക്കൻ കറി ഇവിടെ അടുപ്പത്തുണ്ടായിന്, അതങ്ങനെ ഇളക്കി കൊടുത്തൊക്കെ ചെയ്തിട്ടോ. അങ്ങനെ കറിയൊക്കെ വെന്തിട്ടുമുണ്ട്. പിന്നെ കുക്കർ ഞാൻ 4 വിസിലടിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ അച്ചാർ ഇടുന്നത്. അതിൻ്റെ അടിയിൽ വേറെ കുറേ ജോലികളൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ തീർത്തിട്ടാണ് കേട്ടോ പിന്നെ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അങ്ങനെ നമ്മളെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ, അച്ചാർ ഇടുമ്പോൾ നല്ലെണ്ണയിൽ അച്ചാർ ഇട്ടാലാണ് ടേസ്റ്റും ഉണ്ടാവുക, അതേപോലെ തന്നെ കേടാവാതെ നിൽക്കുകയും ചെയ്യുക. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ട് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ബീഫ് ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കമൻറ്റിൽ ഓരോ കമൻറ്റ് കാണാമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ അങ്ങനെ പറഞ്ഞോട്ടെ, എന്നാലും എൻ്റെ മനസ്സിൽ നിന്നൊന്നും പോകില്ല കേട്ടോ ചിലപ്പോൾ. അപ്പോൾ ഞാൻ പറയാം എണ്ണ എത്ര ഒഴിച്ചു അങ്ങനെ കറക്റ്റ് അളവിലൊന്നും ചിലപ്പോൾ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. ഒരു പറയുന്ന ഇതാണ് വീഡിയോ കാണുന്നത്, എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അച്ചാർ ടേസ്റ്റ് കൂടാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ അറിയാനാണ് വീഡിയോ കാണുന്നത് എന്നൊക്കെയാണ്. അപ്പം ഞാൻ ഇപ്പം അച്ചാറിടാനൊന്നും പഠിച്ചിട്ട് എവിടെയും പോയി ക്ലാസ്സിലേക്ക് പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ അതാ ഓൺലൈനായിട്ട് പഠിപ്പിക്കണമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഫീസ് കൊടുത്തിട്ട് പഠിച്ചിട്ട് സീക്രട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞോട്ടെ. അല്ലാതെ ഇപ്പോൾ എന്താ ഞാൻ പറയണത്, ഞാൻ അങ്ങനെ ആരും പഠിപ്പിക്കണം എന്നൊന്നും വിചാരിച്ചിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. പാവപ്പെട്ട കുറേ ആൾക്കാരുണ്ട് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ സീക്രട്ട് പറഞ്ഞില്ല എന്ന് പറയാൻ കാരണം അതെനിക്കൊരാൾ പറഞ്ഞു തന്നതാണ്, ഒരു പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അതുകൊണ്ട് പിന്നെ ഞാനത് പറഞ്ഞില്ല. അതല്ലാത്ത കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അച്ചാർ എങ്ങനെയാണ് ഇടേണ്ടത് എന്നുള്ളതും അച്ചാർക്ക് എന്തൊക്കെ ചേർക്കേണ്ടത് എന്നുള്ളതൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സീക്രട്ട് മാത്രം അത് പറഞ്ഞില്ല. അതിനാണ് ഇപ്പോൾ ഇത്രയും വലിയ ഭൂകമ്പം ഉണ്ടാക്കി കമൻ്റ് ഇട്ടത്. അച്ചാർ ഇടൽ എങ്ങനെയാണെന്നും അച്ചാർ കേട് കൂടാതെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാട്ടോ ഇനിയിപ്പം എന്തെങ്കിലും അങ്ങനെ മനസ്സിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ ഞാൻ ബീഫൊക്കെ അവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഇങ്ങോട്ട് മുരിച്ചിട്ട് എടുക്കണ്ട, എന്നാൽ അത്യാവശ്യം ബീഫ് വേവും വേണം. നല്ലോണം മുരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് മസാല പിടിക്കൂല. അപ്പോൾ ഒരു പാകത്തിന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ആ ബീഫ് ഫ്രൈ ചെയ്ത ഓയിലല്ല എണ്ണ ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ വീണ്ടും നല്ല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ എണ്ണ കളയണ്ട, ആ എണ്ണ നമുക്ക് എടുക്കാം. പക്ഷേ അതിൻ്റെ അടിയിലൊക്കെ ബീഫൊക്കെ നമ്മൾ പൊരിച്ചതല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും ഒന്നും കൂടെ മൂത്ത് വരുമ്പം അച്ചാറിൻ്റെ ടേസ്റ്റ് മാറും, അതിനാണ് മാറ്റണത് കേട്ടോ. പിന്നെ വേറെ നല്ല എണ്ണയ്ക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി മൂപ്പിച്ചെടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത്. ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, അച്ചാറൊക്കെ ഇടുന്നത് വീഡിയോസിലൊക്കെ പറയലുണ്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്, നല്ലോണം മൂപ്പിച്ചെടുക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അച്ചാർ കേടാവാതെ കൂടുതൽ കാലം നിൽക്കുക. അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മളാ ബീഫ് പൊരിച്ച എണ്ണ ഞാൻ മാറ്റി വെച്ചിന്, ആ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം എണ്ണ കുറവാണെന്ന് തോന്നിയപ്പോൾ ഒഴിച്ചു കൊടുത്തതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അച്ചാർ ഇടുമ്പം എപ്പോഴും എണ്ണ ഇങ്ങനെ മേലെ തെളിഞ്ഞ് നിൽക്കണം, അല്ലെങ്കിൽ അച്ചാർ ചീത്തയാവും, കുറേ ഒന്നും നിൽക്കില്ല. പിന്നെ നമ്മൾ പ്രിസർവേറ്റീവ്സോ കെമിക്കലോ ഒന്നും ചേർക്കാതെ അങ്ങനെയല്ലേ നമ്മൾ അച്ചാർ ഇടുന്നത്. നമ്മൾ ഹോം മെയ്ഡ് അച്ചാർ എന്ന് പറയുമ്പം അതിക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കില്ല. വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അച്ചാർ കേട് കൂടാതെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്, വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. അത് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന ചട്ടകൊക്കെ എടുക്കുമ്പോൾ ആ ചട്ടകത്തുമ്പോൾ വെള്ളമൊന്നും ഉണ്ടാവരുത്. ഇതൊക്കെ വെള്ളമൊക്കെ തുടച്ചതിന് ശേഷം വേണം നമ്മൾ ഇതേപോലെ ഇളക്കാനൊക്കെ എടുക്കാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത് വന്നതിന് ശേഷം അതിലേക്കുള്ള പൊടികൾ ചേർത്തു. ഇതിപ്പോൾ ഞാൻ എരിവുള്ള മുളക് പൊടി കുറച്ച് എടുത്തിട്ടുള്ളൂ, അധികം നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോഴാണ് അച്ചാറിന് നല്ല കളറും കിട്ടുക. അതേപോലെ തന്നെ എരിവുള്ള മുളക് പൊടിനെക്കാട്ടിലും ടേസ്റ്റ് കാശ്മീരി മുളക് പൊടിക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ എരിവിന് പച്ചമുളകും അത്യാവശ്യം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു എരിവൊക്കെ അച്ചാറിനുണ്ടാവും. അപ്പോൾ എരിവൊന്നും കൂടി പോവും വേണ്ട.
പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്തത് സുർക്കയാണ് കേട്ടോ. സുർക്ക നമ്മൾ വിനാഗിരി ഇല്ലേ അതും കൂടുതലാവരുത് കേട്ടോ. പുളിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ അച്ചാറൊക്കെ ഇടുന്ന പോലെയല്ല, ബീഫും മീനൊക്കെ ഇടുമ്പം പുളി കൂടിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പുളിയൊക്കെ പാകത്തിന് വേണം. അപ്പം ഞാൻ ഇവിടെ ബീഫ് ഇപ്പോൾ എത്ര എടുത്തത്, ഒരു 3 കിലോ ബീഫ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിക്ക് ഏകദേശം ഒരു കുപ്പി സുർക്ക മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചിട്ടില്ല, ഒരു 3/4 കുപ്പിയൊക്കെ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിക്ക് എടുത്ത മസാലപ്പൊടികൾ കണക്ക് ഞാൻ പറയണില്ല, കാരണം ഞാൻ തന്നെ ചിലപ്പം പൊടികൾ ഇട്ടിട്ട് ചിലപ്പോൾ എനിക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ വീണ്ടും കുറച്ച് എണ്ണയൊക്കെ ചൂടാക്കിയാണ്ട് ആ എണ്ണയിൽ ആ മസാലപ്പൊടികൾ മൂപ്പിച്ചിട്ട് അതിക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ട് മസാലപ്പൊടികളെ കണക്ക് ഞാൻ പറയണില്ല കേട്ടോ. പിന്നെ ഞാൻ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതേപോലെ ഇനിയിപ്പം നമ്മൾ ഉലുവയും കടുകും അതേപോലെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ വറുത്ത് പൊടിച്ചതാട്ടോ പിന്നെ ചേർക്കണത്. ഞാൻ ഏത് അച്ചാറിലും അച്ചാറും പൊടി ഇടലില്ല. ഞാൻ തന്നെ അതേപോലെ വീട്ടിൽ ഉലുവയും കടുകൊക്കെ പൊടിച്ചാണ്ട് വേപ്പിൻ്റെ ഇലയൊക്കെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നല്ലോണം വറുത്ത് പൊടിച്ച പൊടി തന്നെ കേട്ടോ ചേർക്കൽ. അപ്പോൾ അതും ചേർത്തിട്ട് നല്ലോണം അതേപോലെ എണ്ണയിലിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുത്ത് പിന്നെ കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഫിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, അത് ഞാൻ പറഞ്ഞോ അല്ലേന്ന് അറിയില്ല. ഉപ്പും മഞ്ഞൾപ്പൊടി പറഞ്ഞിട്ടുണ്ടല്ലോ ഫസ്റ്റിൽ, ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടാണല്ലോ നമ്മൾ ബീഫ് വേവിച്ചെടുത്തത്. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ആ പൊരിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പം ബീഫിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് നേരം അടുപ്പത്തൊന്നും ഇങ്ങനെ വെക്കണം കേട്ടോ. അതിങ്ങനെ തിളച്ച് വരുമ്പോഴുള്ളൂ ബീഫിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ പിടിക്കുക. പിന്നെ അതേപോലെ അതിക്ക് പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. കുറച്ചൊക്കെ ഗ്രേവി കുറവാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് സുർക്കയും വെള്ളവും തിളപ്പിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. പച്ചവെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അച്ചാർ പെട്ടെന്ന് ചീത്തയാവാനൊക്കെ ചാൻസ് ഉണ്ട്, പൂപ്പലൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അച്ചാറിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല. ഇത്രയൊക്കെ തന്നെ എനിക്ക് പറഞ്ഞുതരാൻ വയ്ക്കുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ ഓൺലൈൻ ക്ലാസ് ഒന്നും എടുക്കണില്ല. ചില ആൾക്കാർ സീക്രട്ട് ഒന്നും പറഞ്ഞുതരില്ല, ഓൺലൈൻ ക്ലാസ് എടുക്കൂര്. ആ ഓൺലൈൻ ക്ലാസ്സിൽ 2000-3000 ഒക്കെ ഫീസ് കൊടുത്തിട്ട് അതിക്ക് ചെല്ലാൻ പറയും. അതിന്നാണ് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുക. ഞാൻ പറയുന്ന മാതിരി ഓപ്പണായിട്ട് ആരും വല്ലാതെ പറയലില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പം അതിൽ ആ കമൻറ്റിൽ അതൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ ഒന്നും പറഞ്ഞു കൊടുക്കൂല, ഓപ്പണായിട്ടൊന്നും പറയൂല, സീക്രട്ടൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. മീനച്ചാറാകുമ്പോൾ പഞ്ചസാര വേണ്ട, ബീഫുക്ക് കുറച്ച് ചേർക്കുക. അങ്ങനെ അതൊക്കെ ചേർത്ത് അച്ചാറൊക്കെ റെഡിയാക്കിയെടുത്ത് പിന്നെ നല്ലോണം ചൂടാറിയിട്ട് വേണം ബോട്ടിലാക്കാൻ. അതേപോലെ അച്ചാർ അടച്ചു വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ അടപ്പ് പാത്രം ഉണ്ടാവുമല്ലോ, അത് വെച്ച് അടച്ചു വെക്കരുത്. അത് വെച്ച് അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു നീരാവി ഇതിലേക്ക് ഇറങ്ങും, വെള്ളം ഇറങ്ങും. അപ്പോൾ അച്ചാർ കേടുവരാനും പൂപ്പൽ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു വലശാൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ വെള്ളം ഇറങ്ങൂല. പിന്നെ അടച്ചു വെക്കാതെ നിൽക്കും ചെയ്യരുത്, ചെറിയ ചെറിയ പ്രാണികളുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ വൈകുന്നേരമൊക്കെയാണ് അച്ചാർ ഇടുന്നുണ്ടെങ്കിൽ ആ പ്രാണികളേക്ക് ചാടുന്ന നമ്മൾ കാണും കൂടിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അച്ചാർ നമ്മൾ ബോട്ടിലാക്കുകയാണ് കേട്ടോ. നല്ലോണം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ടായിന്, ഇങ്ങനെ ഒരാളല്ല കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. ഇങ്ങനെ ഒരു ബോട്ടിൽ മുറിച്ചിട്ട് അതിൻ്റെ വായ്ഭാഗം ഇങ്ങനെ കാളം പോലെ ആക്കിയിട്ട് അതിൽക്കൂടെ ഇട്ടാൽ മതി അച്ചാർ, എന്നാൽ പിന്നെ ഈ ബോട്ടിലിൻ്റെ വക്കത്ത് കൂടി ഒന്നും ആവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതായത് 1/2 കിലോ അച്ചാറിൻ്റെ ബോട്ടിലാണ്. ഇതിലിപ്പോൾ നമ്മൾ ഒരു 550 ഗ്രാം അച്ചാറുണ്ട് കേട്ടോ. ഇതിൽ 550 ഗ്രാമിൻ്റെ മേലൊക്കെ ഉണ്ട്. അപ്പോൾ ബീഫ് അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിലല്ല കമൻറ്റ് ബോക്സിൽ കൊടുക്കട്ടോ നമ്പർ, ബാവുക്കാക്കുൻ്റെ നമ്പർ കൊടുക്കുക. ആ നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി. ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ റീൽസ് വീഡിയോ ഇട്ടിട്ട് ഈ അച്ചാറൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് വീണ്ടും കുറച്ച് അച്ചാറിനും കൂടെ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതേപോലെ ഇന്ന് ആരെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യണവരുണ്ടെങ്കിൽ തന്നെ ചെയ്യുകൊണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ എനിക്ക് അതും കൂടെ ഉണ്ടാക്കാമല്ലോ നാളെ. 1/2 കിലോൻ്റെ ബോട്ടിലും ഉണ്ട്, അതേപോലെ 1/4 കിലോൻ്റെ ബോട്ടിലും ഉണ്ട് കേട്ടോ. ഇതൊക്കെ 300 ഗ്രാം ഉണ്ട്. ഞാൻ 250 ഗ്രാമിൻ്റെ ക്യാഷ് അതിനും വാങ്ങിക്കണുള്ളൂ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഓർഡർ ചെയ്തുകൊണ്ട്. അതേപോലെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ളവർക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ, ഗൾഫിൽ കൊണ്ടുപോകാനും. ഇപ്പം ഇന്നിപ്പോൾ നമുക്ക് ജർമ്മനിക്ക് കൊണ്ടുപോകാനുള്ള ഓർഡറാണ് കേട്ടോ വന്നിരിക്കുന്നത്. ജർമ്മനി ഒരു തൂരില്ല ഒരു ടീമുണ്ട്, ഓരോ മോന് ജർമ്മനിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓനക്ക് കൊണ്ടുപോകാനാണ് കുറച്ച് അച്ചാർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ബോക്സിലാക്കുന്നുണ്ട്. പിന്നെ അടുത്തൊക്കെ ആകുമ്പോൾ നമ്മൾ കൊണ്ടേ കൊടുക്കും. കുറച്ച് വിട്ടൊക്കെ ആകുമ്പോൾ പിന്നെ കൊണ്ടേ കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുക കേട്ടോ ചെയ്യാറ്.
ഇപ്പം നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫിഷ് അച്ചാറും അതേപോലെ തന്നെ ബീഫ് അച്ചാറും വെളുത്തുള്ളി അച്ചാറും ആണ് കേട്ടോ. ഇനി നമുക്ക് ഓരോന്ന് അങ്ങനെ കൊണ്ടുവരണം. ഇനിയിപ്പോൾ ചിക്കൻ അച്ചാർ ഇടണം, അതേപോലെ തന്നെ മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറൊക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇൻഷാല്ല ഒക്കെ ഒഴിപോലെ അങ്ങനെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മളെ ബീഫ് അച്ചാർ അടിപൊളിയാണ് കേട്ടോ. എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന്. ഇവിടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇതേപോലെ കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെയാണ് ഞാനിത് സെയിൽ ചെയ്യാനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം ഈ അച്ചാർ കൊണ്ടുപോയവരും പറഞ്ഞിട്ടുണ്ടായിന് നല്ല ടേസ്റ്റ് ഉണ്ടായിന് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ സെയിലായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഷോർട്സ് വീഡിയോ ഇട്ടപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കുറേ ഓർഡർ കിട്ടിയെന്ന്. ഇപ്പോൾ നമ്മളൊക്കെ കൊറിയർ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊറിയറൊക്കെ അയച്ചതിന് ശേഷമാണ് ഈ വീഡിയോ വരിക കേട്ടോ. ഇന്നലെയാണ് അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ പറ്റിയതുമില്ല. ഇന്നലെ നമ്മൾ ന്യൂട്രലോടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ കൂടെ ആകുമ്പോൾ തിരക്കായതുകൊണ്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നലെയാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്തത്. പിന്നെ ന്യൂട്രലോടും ഇന്നലെ ഉണ്ടാക്കി. അതും ഇനി ഇന്ന് നമ്മൾ പാക്ക് ചെയ്ത് ഇന്ന് അയച്ചു കൊടുക്കും കേട്ടോ. പിന്നെ കിട്ടാത്ത ആൾക്കാരുണ്ടാവും. അതിനി അടുത്ത ബാച്ചിൽ നമ്മൾ ഇൻഷാല്ല ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ മാഷാ അല്ലാ അൽഹംദുലില്ലാ ഞങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടാവും നമുക്ക് അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പിന്നെ അതും പറയും, നിങ്ങളെന്തിനാ നിങ്ങൾക്ക് ഇങ്ങനെ സെയിലുള്ളതൊക്കെ വീഡിയോയിൽ പറയണേ. ഞാൻ എൻ്റെ സന്തോഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതാണ്. എനിക്ക് കുറച്ചധികം ആൾക്കാർ തന്നെ ഉണ്ട് നല്ലത് പറയണതും. അതേപോലെ തന്നെ എന്താ പറയുക, എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെ സന്തോഷം കണ്ട് സന്തോഷിക്കണവരുണ്ടാകുമ്പോൾ നമ്മളെ സന്തോഷക്കോരായിട്ട് പങ്കുവെക്കണ്ടേ. അത്രേ ഉള്ളൂ കേട്ടോ. ആ ഒരു രീതിയിലാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയണത്. ഇതും അതേപോലെ ന്യൂട്രിലോഡൂനും ഓർഡർ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ബാബുവിൻ്റെ കയ്യിൽ അങ്ങനെ കൊടുത്തയച്ചു. പിന്നെ ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. ഈ സീഡ്സിലോടും ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിന്. പംകിൻ സീഡ്സ്, അതേപോലെ ചിയ സീഡ്, സൺഫ്ലവർ സീഡ്, പിന്നെ ഫ്ലാക്സ് സീഡ്, അങ്ങനെ അതൊക്കെ മക്കാന അതൊക്കെ കൂടെ ഇട്ടുകൊണ്ട് പിന്നെ നമ്മൾ സാധാരണ ന്യൂട്രിലോഡുക്ക് കൂട്ടുന്ന ഇൻഗ്രീഡിയൻസും കൂടെ കൂട്ടിയിട്ട് വറുത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അത് ഈ ഒരു പൊടിക്കും അതേപോലെ ഓർഡർ വന്നിട്ടുണ്ടായിന്. അപ്പോൾ അത് ഞാൻ അതേപോലെ വറുത്തിട്ട് പൊടിച്ചിട്ട് പിന്നെ വീണ്ടും ഞാനതൊന്ന് നല്ലോണം ഉരുളിയിലിട്ടിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ബോട്ടിലാക്കുന്നത്. അപ്പോൾ ഇത് മധുരം ചേർക്കൂല ഇതിൽ. ഇത് നമുക്ക് പാലിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ ഒക്കെ കലക്കിയിട്ട് രാവിലെ അങ്ങനെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തിന് നല്ലതാണ്. ഷുഗർ ഉള്ളവർക്കൊക്കെ വെയിറ്റ് ലോസ് എടുക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കി കൊടുക്കാറ്. ഇപ്പോൾ ഈ ഒരു ചട്ടിയിലുള്ളത് എന്താ വെച്ചാൽ ഇതിൽ അരിയും അവിലും ചേർക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അവർക്കുള്ളത് ഞാൻ വേറെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ അതും നല്ലോണം ചൂടാറിയതിന് ശേഷം അതൊക്കെ ഞാൻ ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പാക്കിങ്ങിന് ഞാൻ ഇപ്പോൾ നാത്തൂൻ്റെ മക്കളെ വിളിക്കലാണ്. അപ്പോൾ ഓരോരാണ് കേട്ടോ പാക്ക് ചെയ്യുന്ന ആൾക്കാർ. ഞാനും ചെയ്യും, ഞാനും ബാവും ചിഞ്ചുമോളൊക്കെ ഉണ്ടാവും. എന്നാലും ഓർക്കും എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, ഓർക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഹെൽപ്പിനൊക്കെ ആളുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ എനിക്കിന്ന് വയ്യ, നല്ല തലവേദനയും കഫക്കെട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരും കൂടെ പാക്കിങ്ങിന് കൂടുമ്പോഴുള്ളൂ കഴിയുക. പിന്നെ നമുക്ക് DTDC വഴി അയക്കാനുള്ളതുണ്ട്, പോസ്റ്റ് ഓഫീസ് വഴി അയക്കാനുള്ളതുണ്ട്, പിന്നെ സ്പീഡ് പോസ്റ്റ് വഴി അയക്കാനുള്ളതുണ്ട്. അങ്ങനെ 3 വിധം കൊറിയറാണ് നമ്മൾ അയക്കൽ. പിന്നെ ചിഞ്ചുമോളും ഉണ്ട്. പിന്നെ ഓരോരുത്തരും എങ്ങനെയാണോ പറഞ്ഞിരിക്കണമെന്നൊക്കെ ഉള്ളത് കണക്കും കാര്യങ്ങളൊക്കെ ഓളെ കയ്യിലാട്ടോ, ചിഞ്ചുവിൻ്റെ കയ്യിലാണ്. ചിലർക്ക് ന്യൂട്രിലഡും ആണ് വേണ്ടത്, ചിലർക്ക് സീഡ്സ് ലഡും ആണ് വേണ്ടത്, ചിലർക്ക് പൗഡർ ഇക്കാരം വേണ്ടി വരിക. അപ്പോൾ അതിൻ്റെ കണക്കൊക്കെ ഓളെ കയ്യിലാണ്. അപ്പോൾ ഓളിങ്ങനെ ഓരോരുത്തർക്ക് എനിക്ക് പറഞ്ഞു തരും. അതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബോട്ടിലാക്കും, പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ചിലർക്ക് അച്ചാർ വേണ്ടി വരും, ചിലർക്ക് ഗാർലിക് കഴിക്കാരം, ചിലർക്ക് ഫിഷ് കഴിക്കാരം, ചിലർക്ക് ബീഫ് കഴിക്കാരം. അങ്ങനെ എന്തായാലും അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ നമ്മൾ ബിസിനസ് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഞാൻ ഉറക്കത്തിൽ പോലും, ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ, ഉറക്കത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ ഒരു ഹോം ബിസിനസ് തുടങ്ങുന്നൊന്നുള്ളത്. എന്നോട് എൻ്റെ ചിഞ്ചുമോൾ എപ്പോഴും പറയും, അതേപോലെ തന്നെ എൻ്റെ ആങ്ങളെയും പറയും എന്തെങ്കിലും എനിക്ക് തുടങ്ങിക്കൂടെ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇത് ഞാൻ അറിയാതെ ഇങ്ങനെ ഒരു ബിസിനസ്സായി മാറി. അപ്പോൾ ഒക്കെ നിങ്ങളെ പ്രാർത്ഥന കൊണ്ടും കൂടിയാണ്. എൻ്റെ പ്രാർത്ഥന നിങ്ങളെ പ്രാർത്ഥനയൊക്കെ പഠിച്ചോ കേട്ടിട്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയിപ്പം ഇതിൻ്റെ അടിയിൽ നെഗറ്റീവ് കമൻറ്റ് വരുമ്പം അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് മറുപടി കൊടുക്കല്ലേ. ചിലപ്പോൾ ഞാൻ മെയിൻ്റ് ആക്കൂല. പ്രത്യേകിച്ച് എനിക്കെന്ത് വയ്യാതെയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സൊക്കെ അങ്ങനെ നോക്കുമോ. അപ്പോൾ എന്തെങ്കിലും ടെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി അസുഖം കൂടും കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, പനി ചുമയൊക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുട്ടികളതിനൊക്കെ ഏൽപ്പിച്ചിട്ടേ കുറച്ച് പിന്നെ ഞങ്ങളും ബോട്ടിലൊക്കെ ആക്കി പാക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഞാനും ബാബും ഹോസ്പിറ്റലിലേക്കും പോകണം. അപ്പോൾ ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയതാട്ടോ. പിന്നെ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാനുള്ളതുണ്ട് ഇനി, അപ്പോൾ അതും കൊണ്ട് ഇറങ്ങി. മറ്റതൊക്കെ ഒരു പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.